തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധി എന്നാണ് കത്തിൽ പറയുന്നത്. എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധി എന്നാണ് തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പണം തിരിച്ചടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നതടക്കം അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ആര്യ, ഏതായാലും തിരുമല അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അദ്ദേഹം പ്രസിഡന്റായിരുന്ന സഹകരണ സംഘം ബാങ്കിന്റെ പ്രതിസന്ധി മൂലം തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. ആ കത്തിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. തിരിച്ചടവിൽ പലരും കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ താൻ പരമാവധി ഞങ്ങളുടെ ആൾക്കാരെ സഹായിച്ചു. അതായത് BJP പ്രവർത്തകരെ പരമാവധി ഇവിടെ തുകയിട്ടിരുന്ന BJP പ്രവർത്തകരെ സഹായിച്ചു എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ പലരുടെ കാര്യത്തിലും ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിൽ കാലതാമസം വരുത്തിയിട്ടുണ്ട്. അതിലൂടെ ഈ തിരിച്ചടവടക്കം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത് ബാങ്കിന്റെ പ്രതിസന്ധിക്ക് കൂടുതൽ ആഘാതമായി എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ ബാങ്കിന്റെ പ്രതിസന്ധി അത് തന്നെയാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് തിരുമല അനിലിന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഈ ഭാഗത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇത് തന്നെ വ്യക്തമാക്കുന്നു ഏത് രീതിയിലാണ് BJP പ്രവർത്തകർ ഈ വിഷയത്തെ CPM-നെതിരെ തിരിക്കാനുള്ള വലിയ ശ്രമം തന്നെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ സഹകരണ സംഘത്തിലെ പ്രതിസന്ധി, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന നേതൃത്വമടക്കം ഈ വിഷയത്തിൽ തിരുമല അനിലിനെ സഹായിക്കാത്ത ഒരു നിലപാട് അത് തന്നെയാണ് മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇത് പുറത്തു വരാതിരിക്കാനുള്ള ഒരു വലിയ നീക്കം തന്നെയാണ് BJP പ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുമല അനിലിന്റെ കുടുംബത്തിനടക്കം ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. കാരണം തിരുമല അനിലിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് BJP പോലും സഹായിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ആ ഒരു ആത്മഹത്യയെക്കുറിച്ച് അനിൽ ചിന്തിച്ചത് എന്നുള്ളതാണ് കുടുംബമടക്കം ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും അവിടെ എത്തുന്ന BJP-യുടെ നേതാക്കളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൂടി വ്യക്തമാക്കുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നു, ഞങ്ങളുടെ ആൾക്കാരെ സഹായിച്ചു, അതായത് BJP പ്രവർത്തകരെ സഹായിച്ചിരുന്നു. അതും വലിയ തിരിച്ചടിയായി ഈ ബാങ്കിന്റെ പ്രതിസന്ധിക്ക് ആഘാതം കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ കത്തിൽ നിന്നും വ്യക്തമാകുന്നത്.